Excellent Accounting Tutorials സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ വ്യത്യാസമായിട്ടിരിക്കുന്നു, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവര് അതെടുത്ത് കാണാം. കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇതിന്റെ പ്രിപ്പറേഷൻ ആണ്, എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ NCERT ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം വരിക. അതിന്റെ കണ്ടിന്യൂഷൻ ആണത്. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്റെ വർക്കിംഗ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. ഇത് തേർഡ് വീഡിയോ ആണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തേർഡ് വീഡിയോ ആണ്. ഓക്കെ, നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. From the following receipt and payment account below, prepare income and expenditure account of Delhi Club of the year 2017. March 31st 2017 എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി 2016 ആണ്. 16 തുടങ്ങുന്ന വർഷമാണ്. ഓക്കെ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, ബാലൻസ് തന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, എൻട്രൻസ് ഫീ തന്നിട്ടുണ്ട്, ഡൊണേഷൻ ഉണ്ട്, റെന്റ് ഓഫ് ഹാൾ തന്നിട്ടുണ്ട്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇനി പേയ്മെന്റിന്റെ സൈഡില് സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, ടാക്സസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സൺട്രി എക്സ്പെൻസസ്, ബുക്ക് പർച്ചേസ്ഡ്, അതുപോലെ ഗവൺമെന്റ് ബോണ്ട് പർച്ചേസ്ഡ്. ഓക്കെ, എന്നോട് ഡേറ്റ് തന്നിട്ടുണ്ട്, വാങ്ങിയ ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം. അത് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, ആദ്യത്തെ പ്രോബ്ലം ആണല്ലോ. ഇപ്പോ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ബാലൻസ് ആദ്യത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റത്തെ ബാലൻസ് നമ്മളുമായിട്ട് ബന്ധമുള്ള സാധനമല്ല, ആ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് നമുക്ക് വേണ്ട. സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഐറ്റമാണ്. സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഐറ്റമാണ്. ഇവിടെയാണ് ഇൻകം. ഓക്കെ, ഇവിടെയാണ് എക്സ്പെൻഡിച്ചർ. ഇൻകത്തിൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് വേണം. സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. സബ്സ്ക്രിപ്ഷൻ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഐറ്റമാണ്. സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്താണ്. ഒരു വർഷത്തെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്തെ ഐറ്റമാണ്. 22,500 നമ്മൾ എഴുതുന്നു. ഓക്കെ, സബ്സ്ക്രിപ്ഷന്റെ തൊട്ട് താഴെ എൻട്രൻസ് ഫീ ആണ്. എൻട്രൻസ് ഫീയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എൻട്രൻസ് ഫീ ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ എൻട്രൻസ് ഫീ എല്ലാ വർഷവും ഉണ്ടാവും, റവന്യൂ ആണ് എന്ന് കണക്കാക്കി നമ്മൾ എൻട്രൻസ് ഫീ എഴുതുന്നു 1250. ഓക്കെ, ഡൊണേഷൻ. അടുത്ത ഐറ്റം ഡൊണേഷൻ ആണ്. ഈ ഡൊണേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ജനറൽ ഡൊണേഷൻ ആണ്. എല്ലാ വർഷവും കിട്ടുന്നതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എല്ലാ വർഷവും കിട്ടുമെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ എഴുതുന്നു 2500. ഓക്കെ, ദെൻ റെന്റ്. ഹോളിന്റെ റെന്റ് ഹോളുള്ളിടത്തോളം കാലം നമുക്ക് റെന്റിന് കൊടുക്കാമല്ലോ. ഹോളിന്റെ റെന്റ് റവന്യൂ ഐറ്റം ആണ്. അത് നമ്മൾ എഴുതുന്നു. ഹോൾ റെന്റ് 750. ഓക്കെ, ഹോൾ റെന്റ് 750. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രശ്നമാണ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റവന്യൂ ഐറ്റം അല്ല. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടാത്ത ഐറ്റമാണ്, നമ്മൾ എടുക്കുന്നില്ല. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ട ഐറ്റം നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അതുപോലെ പേയ്മെന്റിലേക്ക് വരുമ്പോൾ സാലറി നമുക്ക് വേണ്ട ഐറ്റമാണ്. സാലറി നമ്മൾ എടുക്കുന്നു 1500. ഓക്കെ, അടുത്ത ഐറ്റം റെന്റ് ആണ്. റെന്റ് നമുക്ക് വേണ്ട ഐറ്റമാണ്. റെന്റ് എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റമാണ്. റെന്റ് നമ്മൾ എടുക്കുന്നു 800 രൂപ. ഓക്കെ, അടുത്ത ഐറ്റം ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റി നമ്മുടെ ഐറ്റമാണ്. ഇലക്ട്രിസിറ്റി 3500 രൂപ. അടുത്ത ഐറ്റം പ്രിന്റിംഗ് ആൻഡ് ടാക്സ് ആണ്, നമുക്ക് വേണം. ടാക്സ് നമ്മൾ എടുക്കുന്നു 1700 രൂപ. അടുത്ത ഐറ്റം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമുക്ക് വേണം. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമ്മുടെ ഐറ്റമാണ്, നമുക്ക് വേണ്ട ഐറ്റമാണ്. 380 രൂപ. ഓക്കെ, അടുത്ത ഐറ്റം സൺട്രി എക്സ്പെൻസസ്
എക്സ്പെൻസസ്. സൺഡ്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ ചെലവുകളാണ്, എന്തൊക്കെയോ ചെലവുകളുടെ ഒരു ടോട്ടലാണത്. ചെറിയ ചെറിയ ചെലവാണ്. ഓക്കെ, അതെല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും, എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെലവാണ്. അത് നമ്മൾ എടുക്കണം. അത് നമ്മൾ എഴുതുന്നു. സൺഡ്രി എക്സ്പെൻസസ് 920 രൂപ. ഓക്കെ, അടുത്ത ഐറ്റം ബുക്ക് പർച്ചേസ്ഡ് ആണ്. ബുക്ക് പർച്ചേസ്ഡ് നമുക്ക് വേണ്ട ക്യാപിറ്റൽ ഐറ്റം ആണ്. ബുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല നമ്മള്. ഓക്കെ, ഒരു തവണ ബുക്ക് പർച്ചേസ് ചെയ്താൽ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പുതിയ ബുക്ക് നമുക്ക് ഇറങ്ങുമ്പോഴാണ് രണ്ടാമത് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല. ക്യാപിറ്റൽ ഐറ്റം ആണ്, നമ്മൾ എടുത്തിട്ടില്ല. ഗവൺമെന്റ് ബോണ്ട് പർച്ചേസ്, ഇഷ്ടം പോലെ പൈസ വരുമ്പോഴാണ് കുറച്ച് പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ബോണ്ട് പർച്ചേസ്ഡ് നമ്മൾ എടുത്തിട്ടില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, ഇതൊന്നും നമുക്ക് വേണ്ടാത്ത ഐറ്റമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ എടുത്തിട്ടില്ല. ഇതൊന്നും നമുക്ക് വേണ്ടാത്ത ഐറ്റങ്ങളാണ്. ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ആ വലിയ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഐറ്റംസ് കുറഞ്ഞതുണ്ടോ? ഇത് നമ്മൾ ഒഴിവാക്കിയ ഐറ്റംസ് ഇതൊക്കെയാണ്. ഒഴിവാക്കിയത് ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ടുള്ള ബുക്ക് പർച്ചേസ്ഡ് നമ്മൾ ഒഴിവാക്കി. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിയത് നമ്മൾ ഒഴിവാക്കി. അതുപോലെ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കി. നമ്മൾ പിന്നെന്താ ഒഴിവാക്കിയത്? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഐറ്റം ആണ് നമ്മൾ ഒഴിവാക്കി. ബാക്കി റവന്യൂ ഐറ്റവും ഈ വർഷത്തെ ഐറ്റവും ആയിട്ടുള്ള ആളുകളെ മാത്രം നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ഇത് ബാലൻസ് ചെയ്താൽ മതി. നോർമലി ഇത് ബാലൻസ് ചെയ്താൽ മതി. ഇതിന്റെ ടോട്ടല് ഇവിടെ 2,27,000 ആണ് വരുന്നത്. ഇവിടെ 27,000 എഴുതാം. ഇതിന്റെ സർപ്ലസ്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, സർപ്ലസ് കിട്ടുന്നത് 18,200. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലം ചെയ്തത്, ഈ പ്രോബ്ലം നിങ്ങൾക്ക് പഠിക്കാനുള്ള അപ്പുറത്തേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ വരാൻ കൂടിയുള്ള സാധ്യതയുണ്ട്. അതുകൂടി ഈ പ്രോബ്ലത്തിൽ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കുക, നിങ്ങൾ ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ, അത് ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ്. ആ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുക. ആ ടെക്സ്റ്റിലെ ഇല്ലസ്ട്രേഷൻ 2 എന്ന് പറയുന്ന പ്രോബ്ലം ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഇല്ലസ്ട്രേഷൻ 2 എന്ന് പറയുന്ന പ്രോബ്ലം ആണ് ഈ ചാപ്റ്ററിലെ. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പോർഷൻ കഴിഞ്ഞിട്ട് ഇല്ലസ്ട്രേഷൻ 2 ആണത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ എടുത്തു വെച്ച് നോക്കുക. ഇതില് കുറെ ഐറ്റംസ് നമ്മൾ ഒഴിവാക്കിയ ഐറ്റംസ് എല്ലാം ക്യാപിറ്റൽ ഐറ്റംസ് ആയിരുന്നു. ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ്. ബുക്ക് വാങ്ങി, അത് വാങ്ങി, നമ്മുടെ ഫിക്സഡ് അസറ്റുകൾ എന്തൊക്കെയോ വാങ്ങി, ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും റെഗുലർ ആയിട്ട് ഇന്റർവെല്ലിൽ ചെയ്തുകൊണ്ടിരിക്കാത്ത ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് നമ്മൾ എടുത്ത ഐറ്റംസ് നോക്കുക. സാലറി എപ്പോഴും വേണ്ട ഐറ്റമാണ്. റെന്റ് എന്തും വേണ്ട ഐറ്റമാണ്. ഇലക്ട്രിസിറ്റി എത്ര കാലം ഉപയോഗിക്കുന്നു, നമ്മൾ ഇലക്ട്രിസിറ്റി അടച്ചുകൊണ്ടിരിക്കണം. ടാക്സ് വേണം, പെൻഡിംഗ് ആൻഡ് സ്റ്റേഷനറി വേണം, സൺഡേ എക്സ്പെൻസ് വേണം, സബ്സ്ക്രിപ്ഷൻ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഐറ്റമാണ്, എൻട്രൻസ് ഫീ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഐറ്റമാണ്. ഡൊണേഷൻ ചിലപ്പോൾ വരാതിരിക്കാം, പക്ഷെ ഡൊണേഷൻ ഇവിടെ സ്പെസിഫിക് ആണെന്ന് പറഞ്ഞിട്ടില്ല, ജനറൽ ഡൊണേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ എടുത്തു. ഹോൾഡർ ഉണ്ട്, ഹോൾഡർ എടുത്തോളം കാരണം നമുക്ക് രണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഹോൾഡർ ഉണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ഇതിനുള്ള ഒരു സാമ്യത എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിലില്ല, അഡ്ജസ്റ്റ്മെന്റുകൾ വരാം. ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂട്ടി എഴുതാം. നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കൂട്ടി എഴുതേണ്ടതുണ്ടാവും. റെന്റ് ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടാവും, പ്രീപെയ്ഡ് ഉണ്ടാവും. സോ പ്രീപെയ്ഡും ഔട്ട്സ്റ്റാൻഡിംഗും ഒക്കെ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെയും ഉണ്ടാവും. അപ്പോ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് വരുന്ന ഐറ്റംസ് ഔട്ട്സ്റ്റാൻഡിങ്ങുകളാണ്, അഡ്ജസ്റ്റ്മെന്റുകളാണ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകളുള്ള ഒരു വലിയ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നീട് അതിന്റെ ഒരു വീഡിയോ ഇടാം. ഇപ്പോ ഈ ഒരു നോർമൽ സാധാരണ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കണ്ടത്. ഓക്കെ, ഈ വീഡിയോ നന്നായിട്ട് കാണാം. എക്സ്ക്ലൂഡ് ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണ്, ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ചില ഐറ്റംസിനെ നമുക്ക് ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തെടുക്കുക. നിങ്ങളുടെ ഇല്ലസ്ട്രേഷൻ 2 ആണ്. ഈ ലിങ്കില് ക്വസ്റ്റ്യൻ ഇതിന്റെ വീഡിയോയുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് സ്ഥിരമായ എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഓക്കെ, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തില് കുറെ അധികം സബ്സ്ക്രിപ്ഷനുകൾ നിങ്ങളെ തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഇതിൽ ഏത് എമൗണ്ട് ആണ് എടുക്കുന്നത്, എത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട എമൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു സബ്സ്ക്രിപ്ഷനും
ആ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എത്ര സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്നാണ് ചോദിക്കുക. ടെക്സ്റ്റിന്റെ അവസാന ഭാഗത്ത് എല്ലാ എക്സാമിനും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 17,500 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ 17,500 ആണ് എടുക്കുക, ഡൗട്ട് ഒന്നുമില്ല, സിമ്പിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 31/3/2002. 31/3/2002 എന്ന് പറയുന്നത് കറന്റ് ഇയർ ആണ്. 2001 ഏപ്രിൽ ആരംഭിച്ച് 2002 മാർച്ചിൽ തീരുന്നതാണ് നമ്മുടെ കറന്റ് ഇയർ. കൺഫ്യൂഷൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, എന്നാൽ അതിന്റെ താഴേക്ക് കുറച്ച് വിവരങ്ങൾ കൂടി എക്സ്ട്രാ തരികയും ഏത് എമൗണ്ട് ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊരു ചോദ്യം വരും. ഓക്കെ, ടെക്സ്റ്റിന്റെ അവസാനത്തിൽ വളരെ കുറേ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ എക്സാമിനും എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നവരാണ് പറയുന്നത്. ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അഡ്ജസ്റ്റ്മെന്റിൽ ഇതൊക്കെയാണ്. സബ്സ്ക്രിപ്ഷൻ 17,500 കിട്ടിയിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. താഴെ തന്നിട്ട് നോക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 31/3/2002 ഒരു ഐറ്റം. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു ഐറ്റം. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് 31/3/2001 മറ്റൊരു ഐറ്റം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/3/2002 മൂന്നാമത്തെ ഐറ്റം. ഓക്കെ, അതായത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, നാലാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/3/2001 കഴിഞ്ഞ വർഷം കിട്ടിയ അഡ്വാൻസ്. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്, ഈ വർഷം കിട്ടാനുള്ളത്. ഒന്ന് കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത്. ഒന്ന് ഈ വർഷത്തെ അഡ്വാൻസ് നേരത്തെ കിട്ടിയത്. ഒന്ന് കഴിഞ്ഞ വർഷത്തെ നേരത്തെ കിട്ടിയത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതില് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എത്ര രൂപ എഴുതണം എന്നാണ് ചോദ്യം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഈ വർഷം കിട്ടിയ പൈസ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 17,500. ഇതിൽ നിന്ന് ഇതാണ് നമ്മുടെ ആദ്യത്തെ 17,500. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് കറന്റ് ഇയറിലെ ഫിഗറുകളെല്ലാം എടുക്കും, കറന്റ് ഇയർ അല്ലാത്ത ഒരു ഫിഗറും എടുക്കില്ല. അതാണ് കറന്റ് ഇയർ അല്ലാത്ത ഒന്നും എടുക്കില്ല എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്, ഇതല്ലേ നമ്മുടെ ഈ വർഷം, ഇത് കറന്റ് ഇയർ അല്ലേ? അപ്പൊ കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടാനുള്ളത് ഈ വർഷത്തെ ഫിഗർ ആണല്ലോ, നമ്മൾ എടുക്കും. കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എടുക്കും. ആഡ് കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് 7,000 രൂപ. ഓക്കെ, തൊട്ട് താഴെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് വേണ്ട, അത് കഴിഞ്ഞ വർഷത്തെ സംഖ്യയല്ലേ, അത് കഴിഞ്ഞ വർഷത്തെ ഫിഗർ ആണല്ലോ, പറയുന്നുണ്ടല്ലോ. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഈ വർഷമാണ് കിട്ടിയത്, പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ തുകയാണ്, അത് നമുക്ക് വേണ്ട. കറന്റ് ഇയറിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ലെസ് ചെയ്യാം പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ്, ലെസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഐറ്റം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. എപ്പോ കിട്ടി? 2002 നമ്മുടെ കറന്റ് ഇയർ തന്നെയാണ് അല്ലെ? കറന്റ് ഇയറിൽ 2002 അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. പക്ഷെ ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സംഖ്യ നമ്മൾ ഈ വർഷത്തെ അല്ലല്ലോ, അത് അടുത്ത വർഷത്തെ അല്ലേ? അടുത്ത വർഷത്തെ ആയതുകൊണ്ടല്ലേ ഈ വർഷത്തെ കിട്ടിയപ്പോൾ അത് അഡ്വാൻസ് ആയി കിട്ടിയെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സംഖ്യ നമ്മുടേതല്ല, ആ സംഖ്യ നമ്മുടേത് അല്ല. മനസ്സിലാവുന്നുണ്ടോ? 2002 കണ്ടതല്ല എടുത്ത് എഴുതരുത്. ഈ 2002 അഡ്വാൻസ് എന്ന് പറയുന്നത് 2003 പൈസയാണ്. 2003 പൈസ അഡ്വാൻസ് ആയി 2002 കിട്ടിയതാണ്. ലെസ് ചെയ്യുക, ലെസ് അഡ്വാൻസ് കറന്റ് ഇയർ. ഓക്കെ, അതായത് കറന്റ് ഇയറിലെ അഡ്വാൻസ് എത്രയാ? ഇത് പ്ലസ് ചെയ്തു, ഇത് മൈനസ് ചെയ്തു. ഓക്കെ, ഇത് 3000 ലെസ് ചെയ്യാം. അപ്പൊ
15,400 എന്ന് വരും. ഇനി ഏറ്റവും അവസാനത്തെ റിസീവ്ഡ് അഡ്വാൻസ് 2001 അഡ്വാൻസ് കിട്ടി. 2001 അഡ്വാൻസ് കിട്ടി എന്ന് പറയുന്നത് 2002 സംഖ്യ ആയിരിക്കും. ഇന്ന് അഡ്വാൻസ് കിട്ടി എന്ന് പറയുന്നത് നാളത്തെ പൈസ ആയിരിക്കില്ലേ? അപ്പൊ 2001 അഡ്വാൻസ് നമ്മുടെ പൈസയാണ്, 2002 പൈസയാണ്. അത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ പ്രീവിയസ് ഇയർ അഡ്വാൻസ് പ്ലസ് ചെയ്യണം 10,000 രൂപ. ഓക്കെ, അപ്പോ 25,400 രൂപയാണ് നമ്മൾ എന്തിൽ എഴുതേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ വിട്ടുപോയതല്ല, അവസാനത്തെ ഒരു കൺക്ലൂഷന്റെ സമയത്തുള്ള ഒരു പ്രോബ്ലം ആണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, സബ്സ്ക്രിപ്ഷൻ തരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇത്രയും ഡീറ്റെയിൽസ് തരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് എഴുതണം എന്ന് ചോദിക്കും. ഓക്കെ, നോക്കുക, നമ്മൾ കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, നമ്മുടെ വർഷമാണ് ഈ വർഷം, അതുകൊണ്ട് നമ്മൾ എടുത്തു. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മളതല്ല, നമ്മൾ കുറച്ച് കളഞ്ഞു. ഈ വർഷത്തെ അഡ്വാൻസ് അത് അടുത്ത വർഷത്തെ പൈസയാണ്, നമ്മൾ കുറച്ച് കളഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് അത് ഈ വർഷത്തെ പൈസയാണ്, നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അങ്ങനെ 25,400 ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നത്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, പഠിക്കാം. ഈ വീഡിയോ 2 പ്രാവശ്യം എടുത്താൽ നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലാവും. ഇനി ടെക്നിക്ക് മനസ്സിലാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, എന്തെങ്കിലും പ്രശ്നമുള്ളവർ എന്ത് പഠിക്കുക? ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾ പഠിക്കാം. കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീവിയസ് ഇയർ അഡ്വാൻസ് ആഡ് ചെയ്യാം. ഓക്കെ, ഷോർട്ട് കട്ട് ആണ്, ഇത് ഞാൻ വായിക്കാം. ഓക്കെ, ആഡ് ചെയ്യേണ്ട ഐറ്റംസ് കോപ്പയാണ്, പഠിക്കാം. കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീവിയസ് ഇയർ അഡ്വാൻസും ആഡ് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഇയർ കറന്റ് ഇയർ അഡ്വാൻസും പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങും ലെസ് ചെയ്യാം. ഇത് പഠിച്ചാൽ ഓക്കെ, കോപ്പ എന്ന് പഠിച്ചാൽ മതി. കോപ്പ എന്ന് പറയുന്നത് കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീവിയസ് ഇയർ അഡ്വാൻസ് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, കറന്റ് ഇയർ അഡ്വാൻസ്, പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, അത് രണ്ടും എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സമ്മറി, പഠിക്കാനുള്ള പ്രിസൈസ് ആയിട്ട് സാധനം. കറന്റ് ഇയർ അപ്പൊ നിങ്ങൾ ഇതൊരു ഷോർട്ട് കട്ട് ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. കോപ്പ പ്ലസ് കാപ്പോ മൈനസ് എന്ന് എഴുതി വെക്കും. കാപ്പോ മൈനസ് കോപ്പ പ്ലസ് എന്ന് എഴുതി വെക്കും. കാപ്പോ മൈനസ് കോപ്പ പ്ലസ് എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീവിയസ് ഇയർ അഡ്വാൻസ് ആഡ് ചെയ്യാം. കറന്റ് ഇയർ അഡ്വാൻസ്, പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യും. ഓക്കെ, പഠിച്ചേക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഈ ഔട്ട്സ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രോബ്ലത്തിലെ ഷോർട്ട് കട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. കോപ്പ പ്ലസ് ആണ്, കാപ്പോ മൈനസ് ആണ്. ഓക്കെ, കോപ്പയും കാപ്പോയും പ്ലസും മൈനസും. ഓക്കെ, ഇത് കോപ്പ എന്താണെന്ന് അറിയാതെ പരിപാടി ആയിപ്പോണ്ട. കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീവിയസ് ഇയർ അഡ്വാൻസ്, കറന്റ് ഇയർ അഡ്വാൻസ്, പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമുക്ക് ആ ഒരു ചാപ്റ്റർ, ഫസ്റ്റത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിങ്ങിന്റെ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. നമുക്ക് കുറച്ച് വലിയ പ്രോബ്ലം ചെയ്ത 2 ചാപ്റ്റേഴ്സ് നമുക്ക് പിന്നീട് തരാം. നമുക്ക് ഒന്നൊരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ 3 വീഡിയോസ് നിങ്ങൾ കാണാം. ആദ്യത്തെ വീഡിയോസിൽ നിന്നും രണ്ടാമത്തെ വീഡിയോസിൽ നിന്നുള്ള പഠിച്ച കാര്യങ്ങൾ വെച്ച് ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ 3ാമത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചാപ്റ്ററിന്റെ ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കമന്റ് ബോക്സിൽ ഡൗട്ട്സും നിർദ്ദേശങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം.